അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ ദിവ്യകാരുണ്യമാ യേശു എൻ ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി ദാവീദിൻ സോനുവേ പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ നമുക്ക് ഭക്തിയോടും തീഷ്ണതയോടും കൂടെ ആയിരിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പോഴായിരിക്കുവാനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തുതിയും ആരാധനയും നന്ദിയും സമർപ്പിക്കാം. കർത്താവ് ഒരുക്കിയ സമയമാണിത്. നമ്മോടൊപ്പമായിരിക്കുവാൻ വേണ്ടി കർത്താവ് ഒരുക്കിത്തന്ന ഈ സമയം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ച്, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ച്, നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും കർത്താവിന് സമർപ്പിച്ച്, നമ്മുടെ എല്ലാ വേദനകളും കർത്താവിന് സമർപ്പിച്ച് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കർത്താവിനെ നമുക്ക് ആരാധിക്കാം, അവിടുത്തെ നമുക്ക് സ്തുതിക്കാം, അവിടുത്തേക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആരാധനയിലേക്ക് നമുക്കിപ്പോൾ പ്രവേശിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. മാലാഖമാരോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം.
സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് നമ്മുടെ എല്ലാ ആരാധനയും സ്തുതിയും സ്തോത്രവും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. ആദ്യ സഭാവാളിൻ മുന്നിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ആദ്യ സഭാവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടജാലങ്ങളോടും ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും അവിടുത്തേക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പീഡനങ്ങളുടെ നടുവിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച ആദിമ രക്തസാക്ഷികളുടെ ആ വലിയ തീഷ്ണതയോടുകൂടെ നമുക്ക് കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുകയും ആരാധിക്കുകയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടി ദിവ്യകാരുണ്യം സ്ഥാപിച്ച ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോ ഇതാ നമ്മുടെ മധ്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. അപ്പത്തിൻ്റെ രൂപം സ്വീകരിച്ച ഈശോ ഇതാ നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുകയാണ്. ആ കർത്താവിലേക്ക് നമുക്ക് നോക്കാം. ആ അപ്പത്തിൽ ഈശോയെ നമുക്ക് കാണാം. ആ ഈശോയെ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. ഈശോ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കയില്ല എന്ന്. ജീവൻ നൽകുന്ന അപ്പത്തിൻ്റെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. ഈശോ ഇപ്പോൾ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ജീവൻ നൽകുന്നതിനാണ്, സമൃദ്ധമായ ജീവൻ നൽകുന്നതാണ്. അതിനായിട്ടാണ് ഈശോ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത്. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് കർത്താവിനെ ആരാധിക്കാം, നമുക്ക് കർത്താവിന് നന്ദി പറയാം. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും,
അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടാവുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തിലേക്ക് കടന്നുപോയപ്പോൾ വാഗ്ദാന പേടകം അവർ വഹിച്ചിരുന്നു. ആ വാഗ്ദാന പേടകത്തിൽ ദൈവമുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നു. ആ പേടകം ഇതാ നമ്മുടെ മധ്യത്തിൽ നമ്മോടൊപ്പമായിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, നമ്മുടെ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി, നമ്മുടെ ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവിത നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. നമ്മുടെ മധ്യത്തിലായിരിക്കുക മാത്രമല്ല, അവിടുന്ന് നമ്മോടൊത്ത് വസിക്കുമെന്നാണ് പറയുന്നത്. അവിടുന്ന് നമ്മോടൊത്ത് വസിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ജനമായിട്ട് മാറും. നാം അവിടുത്തോടൊത്ത് ആയിരിക്കുകയും ചെയ്യും. ഇനി നമ്മുടെ മിഴികളിൽ കണ്ണുനീര് ഉണ്ടാവുകയില്ല. കാരണം അവിടുന്ന് നമ്മുടെ കണ്ണുനീര് തുടച്ചു നീക്കും. ഇനി മരണമുണ്ടാവുകയില്ല. അതുപോലെ തന്നെ ദുഃഖമോ മുറവിളിയോ വേദനയോ നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. കാരണം അതിനെയെല്ലാം അതിജീവിക്കാൻ ശക്തിയുള്ള കർത്താവിത നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുകയാണ്. ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, ആ കർത്താവിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, എന്തൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തോടു കൂടി വസിക്കുന്നതിനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ദൈവമാണ് അതിനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി തന്നത്. നമ്മുടെ കണ്ണുനീര് തുടച്ചു മാറ്റുന്നത് കർത്താവാണ്. കർത്താവിത നമ്മുടെ കണ്ണുനീര് തുടച്ചു മാറ്റുന്നതിനായിട്ട് നമ്മുടെ മധ്യത്തിലായിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് കർത്താവിനെ ആരാധിക്കാം, നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ ആരാധനയും സ്തുതിയും സ്തോത്രവും എല്ലാം ഗാനത്തിൻ്റെ രൂപത്തിൽ കർത്താവിന് നമുക്കിപ്പോൾ സമർപ്പിക്കാം. യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ, അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ, നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ. യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ, അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ, നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ. മനസുഖമെങ്ങു പോയി, എനിക്കില്ല ശാന്തി തെല്ലും. നിമിഷസുഖം നുകരാൻ കരളിനു ദാഹമെന്നും, സഹനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥ. പകയുടെ തീക്കനലായി മുറിവുകളേറി എന്നിൽ ഈശോ, പറയൂ നീ ഞാൻ യോഗ്യനോ. യേശുവേ, നീ എനിക്കായി
ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയാ എന്തു കണ്ടു നീ. സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്ക് നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതിനായിട്ട് എന്ത് യോഗ്യതയാണ് എന്നാണ് നമ്മൾ കർത്താവിനോട് ചോദിച്ചത്. യാതൊരു യോഗ്യതയും അർഹതയും ഇല്ല എങ്കിലും നമ്മുടെ കുറവുകളും ബലഹീനതകളും പരാജയങ്ങളും തകർച്ചകളും പരിഗണിക്കാതെ ദൈവം നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മറ്റ് മനുഷ്യരെ സ്നേഹിക്കുന്നത് പോലെയല്ല, വ്യവസ്ഥയില്ലാതെ ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് അവിടുത്തേക്ക് നമുക്ക് നന്ദി പറയാം. നിരന്തരമെൻ കഴിവിൽ അഹങ്കരിച്ചാശ്രയിച്ചു, പലരുടെ സന്മനസ്സാൽ ഉയർന്നതു ഞാൻ മറന്നു. അടച്ചൊരു കോട്ട പോലായി ഹൃദയത്തിൻ വാതിലെന്നും എളിയവർ വന്നിടുമ്പോൾ തിരക്കിന്റെ ഭാവമെന്നും ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ. യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയാൽ എന്തു കണ്ടു നീ. സ്നേഹിക്കപ്പെടാനൊരു യോഗ്യതയില്ലെങ്കിലും ദൈവമിതാ നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബലഹീനതകൾ പരിഗണിക്കാതെ, നമ്മുടെ കുറവുകൾ പരിഗണിക്കാതെ, നമ്മുടെ പരാജയങ്ങൾ പരിഗണിക്കാതെ ദൈവം നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. ആ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. മനസുഖമെങ്ങു പോയി എനിക്കില്ല ശാന്തി തെല്ലും, നിമിഷസുഖം നുകരാൻ കരളിനു ദാഹമെന്നും. സഹനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥ, പകയുടെ തീക്കനലായി മുറിവുകളേറി എന്നിൽ. ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ. യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിലംഘിക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതി എന്ന് പറയുന്നത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന നീതിയാണ്. ഈശോ പറയുന്നു, ആ നീതി പഴയ നിയമത്തിലെ നീതിയാണ്,
പുതിയ നിയമത്തിൽ ആ നീതിക്ക് പ്രസക്തിയില്ല എന്നാണ് ഈശോ പറയുന്നത്. പുതിയ നിയമത്തിലെ നീതി എന്ന് പറയുമ്പോൾ 1 മൈൽ നടക്കാൻ ആവശ്യപ്പെടുന്നവനോടുകൂടി 2 മൈൽ പോവുക, പുറംകുപ്പായം എടുക്കാൻ വരുന്നവന് കുപ്പായം കൂടി ഊരിക്കൊടുക്കുന്ന ആ നീതിയാണ് പുതിയ നിയമത്തിലെ നീതി എന്ന് പറയുന്നത്. ഇടത്തെ കരണം അടിക്കുന്നവന് വലത്തെ കരണം കൂടി കാണിച്ചു കൊടുക്കുന്ന നീതി, അതാണ് ഈശോ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ആ നീതിക്ക് നമ്മൾ തയ്യാറാകണം, അത് നമ്മൾ കൊടുക്കാനായിട്ട് സന്നദ്ധരാകണമെന്നാണ് ഈശോ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നീതിയാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ആണ് പ്രവർത്തിക്കേണ്ടിയിരുന്നതുവെങ്കിൽ ഈശോയ്ക്ക് കുരിശിൽ മരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഈശോ ഇതാ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിലംഘിക്കാനായിട്ട് തയ്യാറായപ്പോഴാണ് നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുന്നതിനായിട്ട് ഈശോയ്ക്ക് സാധിച്ചത്. ഈ ആരാധനയുടെ സമയത്ത് നമുക്ക് കർത്താവിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ അതിജീവിക്കുന്നതിനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? സ്വാർത്ഥത നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്നതിൻ്റെ ഫലമായിട്ട് കർത്താവിൻ്റെ ആ നീതി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പുറംകപ്പായം ചോദിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുന്നതിന് നമ്മൾ തയ്യാറാകുന്നുണ്ടോ? വലത്തെ കരണത്തടിക്കുന്നവന് ഇടത് കരണം കൂടി കാണിച്ചു കൊടുക്കുന്നതിനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ടോ? അപ്പോഴാണ് ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതി അതിലംഘിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നത്. ഈ മേഖലയിൽ നമുക്ക് വന്നു പോയിട്ടുള്ള എല്ലാ പരാജയങ്ങളെയും ഓർത്ത് നമുക്ക് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. ഈ മേഖലയിൽ കൂടുതൽ വളരുന്നതിനുള്ള അനുഗ്രഹവും കൃപയും നമുക്ക് എല്ലാവർക്കും തരണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ മുഴുവനും ഈ ആരാധനയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അവരുടെ ജോലികളെ നമുക്ക് സമർപ്പിക്കാം, അവരുടെ രോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം, അവരുടെ അസ്വസ്ഥതകളെയും ആകുലതകളെയും നിരാശകളെയും എല്ലാം നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. കർത്താവായ ഈശോയെ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലെ വിവിധങ്ങളായ മേഖലകളിലേക്ക് അങ്ങ് കടന്നു വന്ന് അവരെ സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ, ബന്ധനങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരീ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ